ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുറച്ച് നീണ്ട ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ പറ്റാവുന്നവരൊക്കെ മുഴുവനായിട്ടൊന്ന് കണ്ടോക്കാട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഇഞ്ചിയാണ്. അത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു ചട്ടിയിൽ നിറയെ വെച്ചിരിക്കുന്നതാണ്. കുറച്ച് കാലം അധികം ഉപയോഗിക്കാനുള്ള ഇഞ്ചി നമുക്കിവിടെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. വിഷടിക്കാത്ത ഇഞ്ചിയായ കാരണം കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഇഞ്ചി വെച്ചിട്ട് ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഭരണികളൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടെ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഭരണിയാണ് കേട്ടോ. ഈ ഒരു ഭരണിക്കുള്ളിൽ നിറയെ കഴിഞ്ഞ കൊല്ലം ഉണക്കി വെച്ചിട്ടുള്ള കോൽപ്പുളി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭരണിയാണ്. അതിൽ നിന്നും കുറച്ചധികം കോൽപ്പുളി എടുത്ത് നമ്മളൊന്ന് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭരണിയൊക്കെ അടച്ച് പഴയ സ്ഥാനത്തോട്ട് നീക്കി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഇഞ്ചിയും ചെറിയുള്ളിയും നമുക്കൊന്ന് നന്നാക്കിയിട്ട് വരാം. അതിൽ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ആ ഒരു കട്ടർ ഉണ്ടല്ലോ, അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുള്ള വെജിറ്റബിൾ കട്ടർ അതെനിക്ക് ഇടയ്ക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു അമർത്തുന്ന വെജിറ്റബിൾ കട്ടർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ ഇതേപോലത്തെ വാങ്ങിയിട്ട് ഇതുപോലെ അമർത്തി കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഈ ഒരു പരുവത്തിനിട്ടു. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഉണ്ടല്ലോ, അത് നെടുകെ കീറിയിട്ട് 4 പീസാക്കിയിട്ട് ഇതേപോലെ ഒരു 5-8 പച്ചമുളക് ഉണ്ട്, അത് കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച ആ ഒരു പുളി ഉണ്ടല്ലോ, അത് നല്ലോണം തിരുമ്മി അതിൽ സത്ത് മുഴുവൻ നമുക്ക് 3-4 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് 3-4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ച് അതിൻ്റെ ആ ഒരു സത്ത് മുഴുവൻ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇനി ആ ഇഞ്ചി ചെറിയുള്ളി പേസ്റ്റിലോട്ടുണ്ടല്ലോ, നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയാണ്. ഞാൻ തോനെ കറിവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിൻ്റെ ഇല. ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ്. തീരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. കാരണം ആ കോൽപ്പുളിയിൽ അത്യാവശ്യം നല്ല ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ. അതുകൊണ്ട് ശരിക്കും ബാലൻസ് ആയിട്ടാണ് എനിക്ക് ഉപ്പ് കിട്ടിയിട്ടുള്ളത്, ഉപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മസാലകളൊക്കെ ഒന്ന് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു കളറ് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടോ. നല്ല കഴിഞ്ഞ കൊല്ലം എടുത്ത് വെച്ച പുളിയായതുകൊണ്ട് തന്നെ നല്ല കറുപ്പ് കളറായിട്ടാണ് ശരിക്കും കിട്ടിയിട്ടുള്ളത്. ശരിക്കും നല്ല നിറത്തിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിലേക്കുള്ള ശർക്കര അപ്പുറത്തെ സൈഡിൽ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ ആ ഒരു പുളിവെള്ളത്തിൻ്റെ കൂട്ട് നല്ലതുപോലെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശർക്കര ഫുള്ളായിട്ട് ഉരുക്കി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ശർക്കര നീര് അരിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരിക്കുന്ന സമയത്ത് ഒഴിക്കുമ്പോൾ ഇത് ശക്തിയായിട്ട് തിളച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഗ്യാസിൻ്റെ ആ ഒരു ഫ്ലെയിം കുറച്ചിട്ട് വീണ്ടും ഒഴിച്ചപ്പോൾ വീണ്ടും ശക്തിയായിട്ട് തന്നെ ആ ഒരു പുളിവെള്ളം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ശർക്കര ഒഴിക്കുമ്പോഴുള്ള ആ ഒരു റിയാക്ഷനാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ വളരെ പതുക്കെയാണ് ഒഴിച്ചിരുന്നത്. സാധാരണ ഞാൻ ഇഞ്ചമ്പുളി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ശർക്കരയുടെ അച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ശർക്കരയുടെ ആ ഒരു അച്ച് ഉരുക്കി ആ ഒരു നീര് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനിയൊന്നുമില്ല, അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി സെറ്റാവണം. ഇതിലേക്ക് നിങ്ങൾക്ക് ആ ഒരു മുളക് ഉണ്ടല്ലോ, പച്ചമുളക്, അത് വട്ടത്തിൽ കുഞ്ഞാന്ന് അരിഞ്ഞ് ഇട്ടാലും നല്ലതാണ്. ഞാൻ അങ്ങനെ ഇടാനുള്ള ആ ഒരു മടിക്ക് നീളത്തിൽ കട്ട് ചെയ്ത് ഇപ്രാവശ്യം ഇട്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ നല്ലപോലെ ചെറുതാക്കി ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഇത് നന്നായിട്ട് കുറുകി സെറ്റായിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇതിനിടയിൽ ഉപ്പൊക്കെ ബാലൻസ് അല്ലേ, മധുരെല്ലാം ബാലൻസ് അല്ലേ ഒന്ന് നോക്കണം, പുളിയെല്ലാം ബാലൻസ് അല്ലേ എന്ന് നോക്കണം. ഉപ്പ് ഞാൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി നന്നായി കുറുകിക്കോളും. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചു കൊടുക്കുക. ഉലുവ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഉലുവയുടെ ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പിടി നിറയെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി വാട്ടി നമുക്ക്
ഈ ഒരു പുളിയിഞ്ചിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഒന്ന് അടച്ചു വയ്ക്കുക. ആ ഒരു മണവും ഫ്ലേവറൊക്കെ അതിലൊന്ന് പിടിക്കട്ടെ. കുറച്ച് നേരത്തിന് ശേഷം ഞാനൊന്ന് തുറന്നു കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ഞാനൊന്ന് ഇളക്കി കൊടുത്തു. ഇത് ശരിക്കും പിറ്റേ ദിവസത്തേക്ക് ശരിക്കും സെറ്റായിട്ട് ഒന്നും കൂടിയും കുറുകി കിട്ടും. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരുവിധം സാധനങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇഞ്ചമ്പുളി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.